ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഈ വീഡിയോയും എനിക്ക് യൂട്യൂബ് പണി തന്ന വീഡിയോ ആണ്. പണി തന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് സോങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു വീഡിയോയ്ക്കും തന്നിട്ടുണ്ട്, പക്ഷെ അത് ഇതിനെക്കാട്ടി പണി കുറവായിരുന്നത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ കൂടുതലും സോങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പം കോപ്പിറൈറ്റും കാര്യങ്ങളും വരുന്നത്. അന്നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ. ആ സമയത്താണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളും എല്ലാം പോയിട്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം, പക്ഷേ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം പോകും. നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത് വോയിസും കാര്യങ്ങളും സോങ്ങും എല്ലാം ചെയ്തൊരു വീഡിയോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരും. അങ്ങനെ ഇത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. ഒരു 2-3 മാസം എനിക്കൊന്ന് ബാക്കിലോട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് ബാക്കി നമ്മുടെ സാലഡും അച്ചാറും പായസവും ഒക്കെ ഞാൻ തന്നെ വെച്ചു. പിന്നെ ബിരിയാണി ചേട്ടനെ ഏൽപ്പിച്ചു, കാരണം ചേട്ടൻ നല്ലൊരു കുക്കാണ്. അങ്ങനെ ചേട്ടൻ്റെ ഫുഡ് അല്ലെങ്കിൽ എനിക്ക് കുക്കാക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഇതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ മോനാണ് ട്രൈ ചെയ്യാൻ കൊടുത്തത്. അവൻ്റെ ഇത് സെക്കൻഡ് പെരുന്നാളും കൂടെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ആൾക്കും ഇഷ്ടപ്പെട്ടു. ആളും എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈല് മട്ടൻ ബിരിയാണി ആയിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്ന കണക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കറക്റ്റ് പരുവത്തിനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ചേച്ചി ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും ചേട്ടനും ഇക്കായും പിന്നെ മോനെയും കൂടെ കൂട്ടി ഞങ്ങൾ 4 പേരാണ് പെരുന്നാൾ ആഘോഷിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ എന്നിട്ട് ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു കടയും തുറന്നിട്ടില്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സൈഡിൽ ഈ വന്ന ക്ലോത്തിങ് സ്റ്റോറിലാണ് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വെച്ചത്. പക്ഷേ അതും അടവാണ്. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ പോയി, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ ഇല്ല. അതുമാത്രമല്ല റേറ്റും കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ലുലുവിൻ്റെ അടുത്ത് വന്നത്. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ലുലുവിൽ തന്നെയാണ് എത്തുന്നത്. അങ്ങനെ അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇത് നമ്മുടെ സൗദിയിൽ പെരുന്നാളിനെ വരവേൽക്കാൻ അവർ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ ലുലുവിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതരം വെറൈറ്റീസാണ്. ഈ ടൈപ്പ് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു കടയിൽ നമ്മൾ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയും, അവിടെയും കയറി നോക്കി. അവിടെയും നമ്മൾ ഉദ്ദേശിച്ച ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ജസ്റ്റ് പിന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ലുലുവിലോട്ട് വെച്ച് പിടിച്ചു. അവിടുത്തെ നമ്മുടെ ഒരു പാർക്ക് പോലെ ഉണ്ട്. പാർക്കെന്ന് പറയാൻ പറ്റൂല, ജസ്റ്റ് ഒരു പുല്ല് പിടിപ്പിച്ചൊരു ഭാഗം അതേ ഉള്ളൂ. പിന്നെ അവിടെ പോയിരുന്ന് കുറച്ച് വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കണ്ടു, സ്നാക്സൊക്കെ കഴിച്ചു. അത്രയൊക്കെ ഉള്ളൂ പെരുന്നാൾ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും